ഒന്ന് രാജാക്കന്മാർ അധ്യായം 16. ബയശയ്ക്ക് വിരോധമായി ഹനാനിയുടെ മകൻ യേഹൂവിന് യഹോവയോടുള്ള പാടുണ്ടായിരുന്നാൽ ഞാൻ നിന്നെ പൊടിയിൽ നിന്ന് നിർത്തി എന്റെ ജനമായ ഇസ്രായേലിനെ പ്രഭുവാക്കി വെച്ചു. നീയോ യൊരോബെയാമിന്റെ വഴി നടക്കുകയും തങ്ങളുടെ പാപങ്ങളാൽ എന്നെ കോപിക്കത്തക്കവണ്ണം എന്റെ ജനമായ ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യുകയും ചെയ്യുകയാൽ ഇതാ ഞാൻ ബയശയെയും അവന്റെ ഗൃഹത്തെയും ശേഷം അടിച്ചു വാരിക്കളയും. നിന്റെ ഗൃഹത്തിൽ നിന്ന് ബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ ഗൃഹത്തെ പോലെയാകും. ബയശയുടെ സന്ധിയിൽ പട്ടണത്തിൽ വെച്ച് മരിക്കുന്നതിനെ നായ്ക്കൾ തിന്നും, വയലിൽ വെച്ച് മരിക്കുന്നതിനെ ആകാശത്തിലെ പക്ഷികൾ തിന്നും. ബയശയുടെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തു അവന്റെ പരാക്രമ പ്രവൃത്തികളും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുണ്ട്. ബയശ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു, അവനെ തിർസായിൽ അടക്കം ചെയ്തു. അവന്റെ മകൻ ഏല അവന് പകരം രാജാവായി. ബയശ യൊരോബെയാം ഗൃഹത്തെ പോലെ ഇരുന്ന് തന്റെ കൈകളുടെ പ്രവൃത്തിയാൽ യഹോവയെ ക്രുദ്ധിപ്പിച്ച് യഹോവയ്ക്ക് അനിഷ്ടമായുള്ളതൊക്കെയും ചെയ്യുകയും അവരെ കൊന്നുകളയുകയും ചെയ്തതുകൊണ്ട് അവനും അവന്റെ ഗൃഹത്തിനും വിരോധമായി ഹനാനിയുടെ മകനായ യേഹൂ പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരുളപ്പാടുണ്ടായിരുന്നു. യഹൂദ രാജാവായ ആസയുടെ 26-ാം ആണ്ടിൽ ബയശയുടെ മകൻ ഏല ഇസ്രായേലിൽ രാജാവായി തിർസയിൽ 2 സംവത്സരമാണു. എന്നാൽ രഥങ്ങളിൽ പകുതിക്ക് അധിപതിയായ സിമ്രി എന്ന അവന്റെ ഭൃത്യൻ അവന് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി. അവൻ തിർസ രാജധാനി വിചാരകനായ ആസയുടെ വീട്ടിൽ കുടിച്ചിട്ട് കയറി പിടിച്ചിരിക്കുമ്പോൾ സിമ്രി അകത്ത് കടന്ന് യഹൂദ രാജാവായ ആസയുടെ 27-ാം ആണ്ടിൽ അവനെ വെട്ടിക്കൊന്ന് അവന് പകരം രാജാവായി. അവൻ രാജാവായി സിംഹാസനത്തിൽ ഇരുന്ന ഉടനെ ബയശയുടെ ഗൃഹത്തെ മുഴുവൻ നിഗ്രഹിച്ചു. അവനാകട്ടെ അവന്റെ ചാർച്ചക്കാർക്കാകട്ടെ പുരുഷപതിയായ ഒന്നിനെയും അവൻ നിശേഷിപ്പിച്ചില്ല. അങ്ങനെ ബയശയും അവന്റെ മകൻ ഏലയും തങ്ങളുടെ മിഥ്യാമൂർത്തികളാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കോപിച്ചു തങ്ങൾ ചെയ്തതും ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ചതുമായ സകല പാപങ്ങൾ നിമിത്തം യേഹൂ പ്രവാചകൻ മുഖാന്തരം ബയശയ്ക്ക് വിരോധമായി അരുളി ചെയ്ത വചന പ്രകാരം സിമ്രി ബയശയുടെ ഭവനത്തെ മുഴുവൻ നിഗ്രഹിച്ചു കളഞ്ഞു. ഏലയുടെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തൊക്കെയും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുണ്ട്. യഹൂദ രാജാവായ ആസയുടെ 27-ാം ആണ്ടിൽ സിമ്രി തിർസയിൽ 7 ദിവസം രാജാവായിരുന്നു. അന്ന് പടജനം തുറിസൽക്കുള്ള ഗബിതവും നിരോധിച്ചിരിക്കുകയായിരുന്നു. സിമ്രി കൂട്ടുകെട്ടുണ്ടാക്കി രാജാവിനെ കൊന്നുകളഞ്ഞു എന്ന് പാളയമിറങ്ങിയിരുന്ന പടജനം കേട്ടപ്പോൾ എല്ലാ ഇസ്രായേലും വന്ന് തന്നെ പാളയത്തിൽ വെച്ചു സേനാധിപതിയായ ഒമ്രിയെ ഇസ്രായേലിന്റെ രാജാവാക്കി വഹിച്ചു. ഉടനെ ഒമ്രി എല്ലാ ഇസ്രായേലുമായി ഗിബിതം വിട്ടിയെന്ന് തിർസയെ നിരോധിച്ചു. പട്ടണം പിടിപെട്ടുവെന്ന് സിമ്രി കണ്ടപ്പോൾ രാജധാനിയുടെ ഉൾമുറിയിൽ കടന്ന് രാജധാനിക്ക് തീ വെച്ച് അതിൽ മരിച്ചു കളഞ്ഞു. അവൻ യൊരോബെയാമിന്റെ വഴിയിലും അവൻ ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപത്തിനും നടന്ന് യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് പ്രവർത്തിച്ചു. ഇങ്ങനെ താൻ ചെയ്ത പാപങ്ങൾ നിമിത്തം തന്നെ. സിമ്രിയുടെ മറ്റുള്ള വൃത്താന്തങ്ങളും അവനുണ്ടാക്കിയ കൂട്ടുകെട്ടും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നല്ലോ. അന്ന് ഇസ്രായേൽ ജനം 2 ഭാഗമായി പിരിഞ്ഞു. പാതി ജനം ഗീനത്തിന്റെ മകനായ തിബ്നിയെ രാജാവാക്കേണ്ടതിന് അവന്റെ പക്ഷം ചേർന്നു, പാതി ജനം ഒമ്രിയുടെ പക്ഷം ചേർന്നു. എന്നാൽ ഒമ്രിയുടെ പക്ഷം ചേർന്ന ജനം ഗീനത്തിന്റെ മകനായ തിബ്നിയുടെ പക്ഷം ചേർന്ന് ജനത്തെ തോൽപ്പിച്ചു. അങ്ങനെ തിബ്നി പട്ടുപോവുകയും ഒമ്രി രാജാവാകുകയും ചെയ്തു. യഹൂദ രാജാവായ ആസയുടെ 31-ാം ആണ്ടിൽ ഒമ്രി ഇസ്രായേൽ രാജാവായി 12 സംവത്സരമാണ്. തിർസയിൽ അവൻ 6 സംവത്സരമാണ്. പിന്നെ അവൻ ശെഖേമ്യരിനോട് ശമരിയ മല 2 താലന്ത് വെള്ളിക്ക് വാങ്ങി ആ മലമുകളിൽ പട്ടണം പണിതു. താൻ പണിത പട്ടണത്തിന് മലയുടമസ്ഥനായിരുന്ന ശേമരിന്റെ പേരും പ്രകാരം ശമരിയ എന്ന് പേരിട്ടു. ഒമ്രി യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം ദോഷം പ്രവർത്തിച്ചു. എങ്ങനെയെന്നാൽ അവൻ നെബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ എല്ലാ വഴികളിലും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ തങ്ങളുടെ മിഥ്യാമൂർത്തികളാൽ കോപിപ്പിക്കത്തക്കവണ്ണം ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച പാപങ്ങളിലും നടന്നു. ഒമ്രി ചെയ്തുള്ള മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്ത പരാക്രമ പ്രവൃത്തികളും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുള്ളൂ. ഒമ്രി അവന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. ശമരിയയിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ ആഹാബ് അവന് പകരം രാജാവായി. യഹൂദ രാജാവായ ആസയുടെ 38-ാം ആണ്ടിൽ ഒമ്രിയുടെ മകനായ ആഹാബ് ഇസ്രായേലിൽ രാജാവായി. ഒമ്രിയുടെ മകനായ ആഹാബ് ശമരിയയിൽ ഇസ്രായേലിനെ 22 സംവത്സരമാണ്. ഒമ്രിയുടെ മകനായ ആഹാബ് തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. നെബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ പാപങ്ങളിൽ നടക്കുന്നത് പോരാ എന്ന് തോന്നുമാറ് അവൻ സീദോൻ രാജാവായ ഏത് ബാലിന്റെ മകളായ ഈസബേലിനെ ഭാര്യയായി പരിചയിക്കുകയും ബാലിനെ ചെന്ന് സേവിച്ച് നമസ്കരിക്കുകയും ചെയ്തു. താൻ ശമരിയെ പണിത ബാലിന്റെ ക്ഷേത്രത്തിൽ അവൻ ബാലിനൊരു ബലിപീഠം ഉണ്ടാക്കി. ആഹാബ് ഒരു അശേര പ്രതിഷ്ഠയും ഉണ്ടാക്കി. അങ്ങനെ ആഹാബ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിക്കത്തക്കവണ്ണം തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ ഇസ്രായേൽ രാജാക്കന്മാരെക്കാളും അധികം ദോഷം പ്രവർത്തിച്ചു. അവന്റെ കാലത്ത് ബെഥേലിനായ ഹിയേൽ എരിഹോ പണിതു. യഹോവയുടെ മകനായ യോശുവ മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം അതിന്റെ അടിസ്ഥാനമിട്ടപ്പോൾ അവന് അബീറാം എന്ന മൂത്ത മകനും അതിന്റെ പടിവാതിൽ വെച്ചപ്പോൾ ഷെഗൂബ് എന്ന ഇളയ മകനും നഷ്ടം വന്നു.